ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സർക്കാർ ബഹുദൂരം മുന്നേറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വാർഷിക NCC PM റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സുപ്രീം കോടതിയുടെ വജ്രജൂബിലി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോടതിയുടെ ഡിജിറ്റൽ സംരംഭങ്ങൾക്കും അദ്ദേഹം തുടക്കമിടും. പശ്ചിമബംഗാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കുംഭകോണ കേസിൽ കൽക്കട്ട ഹൈക്കോടതിക്ക് മുമ്പാകെയുള്ള നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് Z+ സുരക്ഷയൊരുക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. തനിക്ക് അധിക സുരക്ഷ ഏർപ്പെടുത്തിയത് കേന്ദ്ര തീരുമാനമാണെന്ന് ഗവർണർ. ജനാധിപത്യ സംവിധാനത്തിനെതിരായ നിലപാടാണ് ഗവർണറുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എയ്ബ്ഡൺ സഖ്യത്തിന് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം. വനിതാ സിംഗിൾസ് കിരീടം അരീന സെബലങ്കയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് അഴിമതിയും ഇടനിലക്കാരും ഇല്ലാതെ ആയെന്നും യുവാക്കൾക്ക് കഴിവുകൾ തിരിച്ചറിയാൻ വലിയ അവസരങ്ങളുണ്ടെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. പാർലമെന്റ് ഹൌസിൽ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ 2047 ഭാരതത്തിന്റെ ശില്പികളാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. നൂതന ഗവേഷണങ്ങളിലും സംരംഭകത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രീ ധൻകർ യുവാക്കളോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സർക്കാർ ബഹുദൂരം മുന്നേറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി കരിയപ്പ പരേഡ് മൈതാനത്ത് നടന്ന വാർഷിക NCC PM റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിരുകൾ കൽപ്പിച്ചിരുന്ന പല മേഖലകളിലും ഇപ്പോൾ വനിതകൾ കഴിവ് തെളിയിച്ച് മുന്നേറുന്നതിലുള്ള ആഹ്ലാദം പ്രധാനമന്ത്രി പങ്കുവച്ചു. बीते 10 वर्ष में हमारी सरकार ने नारी शक्ति की इसी ऊर्जा को निरंतर सशक्त किया है. जिन भी सेक्टर्स में पहले बेटियों के लिए एंट्री बंद थी या लिमिटेड थी, हमने वहां हर बंदिश हटाई है. आज दुनिया देख रही है कि भारत की बेटियां जल, थल, नभ और अंतरिक्ष में कैसे लोहा मनवा रही है. 2200-ലധികം NCC കേഡറ്റുകളും 24 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവ കേഡറ്റുകളും റാലിയുടെ ഭാഗമായി. വൈബ്രന്റ് വില്ലേജുകളിലെ 400-ലധികം സർപഞ്ചുമാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ സംഘങ്ങളിലെ 100-ലധികം സ്ത്രീകളും NCC PM റാലിയിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. അമൃതകാലത്തിന്റെ NCC എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള സാംസ്കാരിക പരിപാടിയും ഇതിന്റെ ഭാഗമായി നടന്നു. സുപ്രീം കോടതിയുടെ വജ്രജൂബിലി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃതമായ വിവിധ സാങ്കേതിക സംരംഭങ്ങൾക്കും അദ്ദേഹം തുടക്കമിടും. ഡിജിറ്റൽ രൂപത്തിലാക്കിയ സുപ്രീം കോടതി റിപ്പോർട്ടുകൾ, ഡിജിറ്റൽ കോടതികൾ 2.0, സുപ്രീം കോടതിയുടെ പുതിയ വെബ്സൈറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതോടെ 1950 മുതൽ സുപ്രീം കോടതിയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന 519 വാല്യങ്ങളും കോടതി വിധികളും സൌജന്യമായും ഇലക്ട്രോണിക് ഫോർമാറ്റിലും ആർക്കും ലഭ്യമാകും. പശ്ചിമബംഗാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കുംഭകോണ കേസിൽ കൽക്കട്ട ഹൈക്കോടതിക്ക് മുമ്പാകെയുള്ള എല്ലാ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രത്യേക സിറ്റിംഗിലാണ് നടപടി. സംസ്ഥാന സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കേസിൽ ഈ മാസം 29-ന് പരമോന്നത കോടതി കൂടുതൽ വാദം കേൾക്കും. കൽക്കട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും കേസിൽ പുറപ്പെടുവിച്ച ഒട്ടേറെ വ്യത്യസ്ത ഉത്തരവുകളെ തുടർന്ന് സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. പശ്ചിമബംഗാളിൽ മെഡിക്കൽ സീറ്റുകൾ ലഭിക്കുന്നതിന് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ റെക്കോർഡ് വർധന. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി 2,26,00,000 പേർ ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 2022-ൽ 22,000 പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 109ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ ആകാശവാണിയിൽ പ്രാദേശിക ഭാഷകളിൽ പരിപാടി കേൾക്കാം.
കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. Z+ സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് കൊല്ലം നിലമേലിൽ SFI പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി സമരത്തിനെതിരെ ഗവർണർ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് നിയമരാഹിത്യം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രതിഷേധത്തിനിടെ ഗവർണർ ആരോപിച്ചു. സമരക്കാരിൽ 17 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും FIR വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തതോടെയാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. തനിക്ക് Z+ സുരക്ഷ ഏർപ്പെടുത്തിയത് കേന്ദ്ര തീരുമാനമാണെന്നും കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ പോലീസിനെക്കുറിച്ച് തനിക്ക് മതിപ്പാണുള്ളത്. എന്നാൽ പോലീസിനെ ജോലി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല. കേരള പോലീസിനെ രാഷ്ട്രീയമായി നിയന്ത്രിക്കുകയാണെന്നും ഗവർണർ ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ജനാധിപത്യ സംവിധാനത്തിനെതിരായ നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്ന് പുറത്തിറങ്ങുന്നത് തെറ്റായ നടപടിയാണ്. ഗവർണർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് മികച്ച സുരക്ഷയാണ്. ഗവർണറുടേത് പ്രത്യേക രീതിയിലുള്ള നിലപാടാണെന്നും ഏത് അധികാരസ്ഥാനത്തിനേക്കാളും വലുത് നിയമമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നയപ്രഖ്യാപനം പൂർണ്ണമായും വായിക്കാത്തത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കായികപരമായി ആക്രമിച്ച ഗവർണറെ വരുതിയിലാക്കാനാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പിണറായി വിജയൻ ഗുണ്ടകളെ അയച്ച് ഗവർണറുടെ വഴി തടയുകയാണ്. പോലീസ് ഇന്റലിജൻസ് സംവിധാനം ഇതെല്ലാം നേരത്തെ അറിഞ്ഞിട്ടും യാത്രാവഴി സുഗമമാക്കുന്നില്ലെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരും പോലീസും ഒത്തുകളിക്കുകയാണെന്നും ഇത് തീക്കളിയെന്നും വി മുരളീധരൻ കാസർഗോഡ് പ്രതികരിച്ചു. കേരള സർക്കാരിന് ഇരട്ടത്താപ്പാണെന്നും ഗവർണറും സർക്കാരും തമ്മിലുള്ള നാടകം കണ്ട് ജനങ്ങൾ ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്നു. അതേസമയം ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്താനുള്ള എല്ലാ സൌകര്യവും സർക്കാർ തന്നെ ചെയ്തു കൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു ഏബ്ഡൻ സഖ്യത്തിന്. മെൽബണിൽ നടന്ന ഫൈനലിൽ ഇറ്റലിയുടെ സിമോൺ ബൊലെല്ലി ആൻഡ്രിയ വവസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസിൽ ബെലാറൂസിന്റെ അരീന സെബലെങ്കയ്ക്കാണ് കിരീടം. ചൈനീസ് താരം ഷെയ്ങ് ഹിൻ വെന്നിനെ 6-3, 6-2 സെബലെങ്ക പരാജയപ്പെടുത്തിയത്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റിന് 316 റൺസ് എടുത്തു. ഇംഗ്ലണ്ടിനായി ഒലിയോപ്പോ സെഞ്ചുറി നേടി. നിലവിൽ ഇംഗ്ലണ്ടിന് 126 റൺസ് ലീഡാണുള്ളത്. നേരത്തെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 436 റൺസിൽ അവസാനിച്ചിരുന്നു. NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് ഉജ്ജ്വല തുടക്കം. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് യാത്ര ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. BJPയുടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. നവകേരള സദസ് വൻ വിജയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 6,42,076 പരാതികളാണ്. നിവേദനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്തു വരികയാണ്. ജനകീയ സംവാദങ്ങളും മുഖാമുഖങ്ങളും തുടരും. ആദ്യഘട്ടത്തിൽ 10 കേന്ദ്രങ്ങളിൽ മുഖാമുഖം നടത്തും. ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെയാണ് മുഖാമുഖമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഫെബ്രുവരി 22 ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. വിജ്ഞാപനം തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഫെബ്രുവരി 5 വരെ സമർപ്പിക്കാം. വോട്ടെണ്ണൽ ഫെബ്രുവരി 23 നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സർക്കാർ ബഹുദൂരം മുന്നേറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വാർഷിക NCC PM റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സുപ്രീം കോടതിയുടെ വജ്ര ജൂബിലി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോടതിയുടെ ഡിജിറ്റൽ സംരംഭങ്ങൾക്കും അദ്ദേഹം തുടക്കമിടും. പശ്ചിമബംഗാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കുംഭകോണ കേസിൽ കൽക്കട്ട ഹൈക്കോടതിക്ക് മുമ്പാകെയുള്ള നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് Z+ സുരക്ഷയൊരുക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. തനിക്ക് അധിക സുരക്ഷ ഏർപ്പെടുത്തിയത് കേന്ദ്ര തീരുമാനമാണെന്ന് ഗവർണർ. ജനാധിപത്യ സംവിധാനത്തിനെതിരായ നിലപാടാണ് ഗവർണറുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു ഏബ്ഡൻ സഖ്യത്തിന് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം. വനിതാ സിംഗിൾസ് കിരീടം അരീന സെബലെങ്കയ്ക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.